ഹലോ, ഗുഡ് ഈവനിങ്. സ്കൂൾ കായികമേളയുടെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ അത്ലറ്റിക്സ് മത്സരങ്ങളുടെ ആദ്യ ദിനം അതിന്റെ വൈകിട്ടായി. സായാഹ്നത്തിലെ അധികം കുറച്ച് തണുത്തുറഞ്ഞ ഒരു കാലാവസ്ഥയാണ്, തണുപ്പുള്ള കാലാവസ്ഥയാണ്. പക്ഷെ അതിനെല്ലാം മറികടക്കാൻ ചൂടൻ പോരാട്ടത്തിനായി നമ്മൾ കാത്തു നിൽക്കുകയാണ്. 100 മീറ്റർ ഫൈനൽ മത്സരങ്ങൾ അല്പസമയത്തിനകം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. ഇന്ന് രാവിലെ 3000 മീറ്റർ മത്സരങ്ങളോട് കൂടിയാണ് അത്ലറ്റിക്സിന്റെ ആദ്യ ദിനത്തിന് തുടക്കം കുറിച്ചത്. 4 ഇനങ്ങൾ 4ലും സ്വർണം നേടി പാലക്കാട് തങ്ങളുടെ വരവറിയിച്ചു. പാലക്കാടിന്റെ പഴയ പ്രതാപം നമ്മൾ കണ്ടു, പറളി സ്കൂളിന്റെ പഴയ പ്രതാപം കണ്ടു. പാലക്കാട് ദീർഘദൂര മത്സരങ്ങളിൽ അവരുടെ സ്ഥിരമായി കാത്തുപോരുന്ന പോരാട്ട വീര്യം അത് വീണ്ടും നമ്മൾ ഇന്ന് കണ്ടു. എനിക്കൊപ്പം നിതിൻ സേവ്യർ കൂടി ചേരുകയാണ്. നിതിൻ, ആദ്യ ദിനം തുടക്കം തന്നെ പാലക്കാട് തുടങ്ങി. സാധാരണ രീതിയിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ കാത്തിരിക്കുന്നത് 100 മീറ്റർ ഫൈനൽ മത്സരങ്ങൾക്കായാണ്. ഇന്ന് മൊത്തത്തിൽ എങ്ങനെയായിരുന്നു? ആരാണ് പോയിന്റ് പട്ടികയിൽ മുന്നിലുള്ളത്? തിരുവനന്തപുരത്തിന്റെ പോയിന്റ് എത്രയാണ്? തൊട്ടു പിന്നിൽ ആരെങ്കിലും എത്തിയോ? തീർച്ചയായും രാവിലെ മുതൽ, പ്രത്യേകിച്ച് ഈ 3000 മീറ്റർ രാവിലെ വന്നപ്പോൾ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചില സ്കൂളുകൾ, അതായത് വലിയ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ വലിയ ഒരുപാട് താരങ്ങളെ, ദേശീയ റെക്കോർഡ് താരങ്ങളെയൊക്കെ വാർത്തെടുത്തിട്ടുള്ള ചില സ്കൂളുകൾ അവർ കഴിഞ്ഞ കുറച്ച് നാളുകൾ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു കായികമേളയിൽ കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അവർക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന ചില വാർത്തകൾ, അതായത് പറളിയും മുണ്ടൂരുമൊക്കെ ഈ രാവിലെ തന്നെ 3000 മീറ്റർ ഫൈനലിൽ മികച്ച പ്രകടനം. ആദ്യം 4 സ്വർണം നേടിയിരിക്കുന്നത് പറളിയും മുണ്ടൂരും മാത്രം ചേർന്നാണ്. അപ്പോൾ ഏതായാലും 3000 മീറ്ററിൽ പാലക്കാടിൻ്റെ സർവാധിപത്യമാണ്. അത്ലറ്റിക്സിൽ 4 മത്സരങ്ങൾ മാത്രമേ ഇതുവരെ പൂർണ്ണമായിട്ടുള്ളൂ. അപ്പോൾ പാലക്കാടിൻ്റെ ഒരു കുതിപ്പ് തുടക്കത്തിലുണ്ടെന്ന് പറയാം. ഒരുപക്ഷെ മറ്റ് മത്സരങ്ങളൊക്കെ വരുമ്പോഴേക്കും അത് മാറിപ്പോകുമായിരിക്കും. എന്നാലും നിലവിൽ പാലക്കാടിൻ്റെ കുതിപ്പാണ്. നിലവിൽ അത്ലറ്റിക്സിൽ 4 സ്വർണം നേടിയിരിക്കുന്ന പാലക്കാടാണ്. വളരെ പെട്ടെന്ന് ഈ ഒരു ഓവറോൾ പറയുകയാണെങ്കിൽ തിരുവനന്തപുരം 809 പോയിന്റാണ് ഇതുവരെ നേടിയിട്ടുള്ളത്. കണ്ണൂർ 417 പോയിന്റ്, തൃശ്ശൂർ 383 പോയിന്റ്. ഇതാണ് ഓവറോളിൽ തിരുവനന്തപുരം 417 ആണ്. അതായത് ഈ അക്വാട്ടിക്സിലെയും ഗെയിംസിലെയും പ്രത്യേകിച്ച് നീന്തൽ മത്സരത്തിൽ പൂർണ്ണമായും തിരുവനന്തപുരം തൂത്തുവാഴി എന്ന് തന്നെ നമുക്ക് പറയാറാവും. 2 മീറ്റ് റെക്കോർഡുകളാണ്, 2 സംസ്ഥാന റെക്കോർഡുകളാണ് ഉണ്ടായിട്ടുള്ളത്. അജിത് യാദവ്, ഒന്ന് ജോഹാൻ ജൂലിയൻ അല്ലെ, രണ്ടുപേരും നീന്തൽ തന്നെയാണ്. രണ്ടുപേരും തിരുവനന്തപുരത്തിന് വേണ്ടി തന്നെയാണ്. ക്ഷമിക്കണം, ഒരാൾ തിരുവനന്തപുരത്തിലല്ല, ഒരാൾ കളമശ്ശേരി, ജോഹാൻ കളമശ്ശേരി രാജഗിരി സ്കൂളിന് വേണ്ടിയും അജിത്ത് തൃശൂർ റെക്കോർഡുകൾ നീന്തൽ കുളത്തിൽ നിന്ന് 2 റെക്കോർഡുകൾ. അതെ. പിന്നെ ഓവറോളിന്റെ അങ്ങനെയാണ്. ഗെയിംസിന് വരുമ്പോഴും തിരുവനന്തപുരം തന്നെയാണ് മുൻപിൽ. അത്ലറ്റിക്സിൽ GV രാജ സ്പോർട്സ് സ്കൂളാണ് ഒന്നാമതുള്ളത്, സ്പോർട്സ് ഹോസ്റ്റലുള്ളത്. നമ്മള് ഇതിലേക്ക് തന്നെ തിരികെ എത്താൻ. നമുക്ക് 100 മീറ്റർ മത്സരമുണ്ട്. അതിന്റെ ട്രാക്കിൽ ആരൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. അതിനു മുൻപ് എനിക്കൊപ്പം കുറച്ച് നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ചേരുകയാണ്. ശ്രീ രഞ്ജിത്ത് മഹേശ്വരി, KC ലേഖ ഉൾപ്പെടെയുള്ള ആളുകൾ. നമുക്ക് സ്കൂൾ മീറ്റിന്റെ ട്രാക്കിൽ നിന്ന് എവിടെ വരെ എത്താം എന്ന് ചോദിച്ചാൽ അങ്ങ് ഒളിമ്പിക് വേദിയിൽ വരെ എത്താം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാൾ ഇതാണ് ശ്രീ രഞ്ജിത്ത് മഹേശ്വരി. 2000-ലാണ് അല്ലേ താങ്കള് സ്കൂൾ മീറ്റിൽ? ഞാൻ 2000 പാലക്കാടിൽ വെച്ച് നടന്ന സ്കൂൾ മീറ്റിൽ വന്നിട്ട് മാതൃഭൂമിയുടെ തങ്കപ്പതക്കം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ട്രിപ്പിൾ ജമ്പിൽ ഗോൾഡ് വന്നു. അപ്പോൾ എനിക്ക് മാതൃഭൂമിയുടെ ഒരു ഇതിന്റെ പതക്കം കിട്ടിയ വ്യക്തിയാണ് ഞാൻ. അന്നത്തെ ഓർമ്മകളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ടല്ലേ നമ്മളെ പുതിയ താരങ്ങള്? സ്കൂൾ മീറ്റിൽ വന്നിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും കുറച്ചും കൂടി മുന്നേറണം എന്നാണ് പറയുന്നത്. പെർഫോമൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ പിന്നോക്കമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് കാരണം ഒന്ന് വന്നിട്ട് പല പല കാരണങ്ങളുണ്ട്. നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇപ്പം നമ്മൾ ഇനിയും വന്നിട്ട് സ്കൂൾ തലങ്ങളിൽ നമ്മുടെ കായിക രംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഒരു കരിക്കുലം തന്നെ നമ്മൾ ഒരു സ്പോർട്സ് കരിക്കുലം നമ്മൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഉള്ളൂ സ്പോർട്സിൻ്റെ വളർച്ച മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് കരിക്കുലം അവരുടെ പാഠപദ്ധതി തന്നെ ഉണ്ട്. അപ്പം നമ്മുടെ ഇന്ന് തന്നെ ഉണ്ട സംബന്ധിച്ചാൽ നമ്മുടെ സ്കൂൾ കായിക അധ്യാപകർ ഒരു ധരണ ആണ്. അപ്പം ഞാനാണ് അത് ഇനാഗ്രേറ്റ് ചെയ്തത്. അപ്പം അങ്ങനത്തെയുള്ള കാര്യങ്ങൾ അവർക്കും ഒരു സ്കൂൾ മീറ്റിൽ നിന്നാണ് ഒരു പ്രതിഭയെ നമ്മൾ കണ്ടെത്തുന്നത്. അപ്പം നമുക്ക് മത്സരങ്ങളൊന്നുമില്ല. നമ്മുടെ ഇവരുടെ ടാലൻറ്റ് കണ്ടെത്താനായിട്ട് പറ്റുന്ന ഒരു സ്കൂളിലെ കോമ്പറ്റീഷൻ ഉണ്ട്, ഡിസ്ട്രിക്ട് ലെവല്, സ്റ്റേറ്റ് ലെവല്. അതിൽ നിന്നും ഒളിമ്പിക്സ് വരെ എത്തിയ വ്യക്തിയാണ് ഞാൻ. അപ്പം ആ പ്രാധാന്യം അവർക്ക് കൊടുക്കുക തന്നെ വേണം. ഇപ്പോൾ പിന്നെ നമ്മുടെ കൗമാരം ഏത് രീതിയിലാണ് പോകുന്നത്, നമ്മൾ പല പല ക്യാമ്പയിനിലായിട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സ്പോർട്സിൽ ശ്രദ്ധ ഏകീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ട്രിപ്പിൾ ജമ്പിൽ താങ്കളുടെ പിൻഗാമികളായി കുറെ താരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും താങ്കൾ സന്തോഷവാനാണോ? കേരളത്തിന്റെ ഒരു തീർച്ചയായിട്ടും എൻ്റെ പുറകിൽ കൂടെ പാത സഞ്ചരിച്ച് വന്ന എല്ലാവർക്കും ഏഷ്യൻ ഗെയിംസ് മെഡലുകൾ കിട്ടിയിട്ടുണ്ട്, കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ റെക്കോർഡുകൾ ഉണ്ടാക്കുന്നത് തന്നെ അത് ഇന്നല്ലെങ്കിൽ നാളെ അത് തിരുത്തി എഴുതപ്പെടണം. അത് തിരുത്തി എഴുതപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഈവെന്റിന് വളർച്ചയില്ല.
വളർച്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യപ്പെടണം. അതാണ്. അപ്പോൾ എന്തായാലും വലിയ സന്തോഷം കേട്ടോ ഇങ്ങനെ കണ്ടതിൽ. കാരണം ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ നേരിട്ട് കാണുന്നത്. റിയോ ഒളിമ്പിക്സിൽ തങ്ങളുടെ പ്രകടനം ഇങ്ങനെ ഉറങ്ങാതെ നമ്മൾ കാത്തിരുന്ന് കണ്ട ആളുകളാണ്. താങ്ക് യു. ശ്രീ രഞ്ജിത്ത് മഹേശ്വരിയാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പം